അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഇന്നലെയായിരുന്നു ലാലേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഇന്ന് ദൃശ്യം 3 കണ്ടിറങ്ങി. എനിക്ക് ചില പോർഷൻസും സീനറികളൊന്നും അങ്ങോട്ട് വർക്കായില്ല. ബട്ട് ദെൻ എന്താ പറയുക, സസ്പെൻസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ സർപ്രൈസ് ഉണ്ട്, സസ്പെൻസ് ഒക്കെ ഉണ്ട്. പടം ഗുഡ്, നല്ല പടമാണ്. പിന്നെ പാർട്ട് 4ലേക്ക് സാധനം വരണമുണ്ട്. എനിക്ക് ചില സ്ഥലത്തൊക്കെ പിന്നെയും ഒന്ന് കരയണമെന്ന് തോന്നി, കരഞ്ഞു തിയേറ്ററിൽ. പക്ഷേ പടം നല്ലൊരു പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഗുഡ് മൂവിയാണ്. പിന്നെ ഈ പടത്തിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സോങ്സ് എവിടെയും കാണത്തില്ല. സോങ്സ് പ്രതീക്ഷിച്ച് ആരും വരരുത്. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും സോങ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത് പ്രതീക്ഷിച്ച് വരില്ല, എവിടെയും വരുന്നില്ല. ഫസ്റ്റ് പാർട്ടിൽ കണ്ടതും സെക്കൻഡ് പാർട്ടിൽ കണ്ടതുമായ ജോർജ് കുട്ടിയെ ഈ ഒരു പാർട്ടിൽ കാണാൻ പറ്റില്ല. എനിക്കതാണ് ഫീൽ ചെയ്തത്. അവിടെ നല്ല അടിപൊളി പടമാണ്, കാണാം. ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഫാൻസുകാർക്കും പിന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു പടമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ സർപ്രൈസും ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടെന്നറിയാം. പിന്നെ കുറേ മാറ്റങ്ങളുണ്ട്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കഥയാണ്. ജോർജ് കുട്ടി ഈസ് ഡിഫറെൻറ്റ് ക്യാരക്ടർ, അത്രേ ഞാൻ പറയത്തുള്ളൂ. ജോർജ് കുട്ടി ഈസ് ഡിഫറെൻറ്റ് ഫാമിലി. അപ്പം എനിക്ക് ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. നല്ലൊരു പടമാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടമാണ്. എന്തായി പറയുക, പക്ഷെ നേരത്തെ പറയുകയാണെങ്കിൽ ചില സീൻസൊക്കെ ഒന്നും എനിക്ക് വർക്കായില്ല. അത് ഞാൻ കണ്ടതിൻ്റെ രീതിയാണോ കാണാൻ എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ രീതിയാണോ എനിക്കറിയത്തില്ല. എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. ഞാൻ സാധാരണ മൂവി റിവ്യൂ ഒന്നും ചെയ്ത് ഇങ്ങനല്ല. പക്ഷെ എന്നാലും ജോർജ് കുട്ടി ഫാമിലി വെരി ഡിഫറെൻറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും, എനിക്ക് ഇത്രേ പറയാം. നല്ലൊരു പടമാണ്, കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയൊക്കെ ഉള്ളു. അപ്പം അടുത്തൊരു ബ്ലോഗ് കാണുന്നവരെ സൈനിങ് ഓഫ് സഹർ.